ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. ധീര എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. അത് 1 മില്യൺ+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ AGS എൻ്റർടൈൻമെൻറ്റ് 28ാമത്തെ പടം വെച്ചാൽ AGS എൻ്റർടൈൻമെൻറ്റിൻ്റെ 28ാമത്തെ പ്രൊഡക്ഷനിൽ വരുന്ന പടത്തിൻ്റെ കാസ്റ്റിംഗ് കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ എടുക്കാൻ വേണ്ടവർക്ക് കൊടുക്കാവുന്നതാണ്. 30-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ഈ മാസം. പിന്നെ MG Studios എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ്റെ അടുത്ത പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് 44 പുറത്തിറങ്ങാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ലോഞ്ച് ചെയ്യുന്ന ശിവകാർത്തികനെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ടേംസ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ നമ്പർ 1 അതിൻ്റെ ടൈറ്റിലൊക്കെ വരും എന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് 5 മണിക്ക്. അത് സീനു രാമസ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള ആളും അതേമാതിരി മിത്രൻ ആർ ജവഹർ എന്ന് പറഞ്ഞിട്ടുള്ള ആളും പിന്നെ വിജയ് മിൽട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ആളും ഇവരൊക്കെയാണ് ലോഞ്ച് ചെയ്യാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മഹേശ്വരൻ ദേവദാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ നമ്പർ 1 അതിൻ്റെ ഫസ്റ്റ് ലുക്ക് വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. ചെന്നൈ ഫയൽസ് മുതൽ പക്കം എന്നുള്ള രീതിയിലാണ് പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും പോസ്റ്റ് ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ ഒബാമ അയ്യോ രാമ എന്ന് പറഞ്ഞിടത്തിലത്തെ ഗല്ലി സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് 3rd സിംഗിളാണ്. അത് 27-ാം തീയതി എന്ന് വെച്ചാൽ നാളെ പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഫിനിക്സ് എന്ന് പറഞ്ഞിടത്തിന്റെ തമിഴ്നാട്ടിലുള്ള ഡിസ്ട്രിബ്യൂഷൻ എത്തിയിരിക്കുന്നത് ശക്തി ഫിലിം ഫാക്ടറി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പറന്ന് പോകുന്ന പറഞ്ഞിടത്തിന്റെ ട്രെയിലർ ഇന്ന് 5 മണിക്കാണ് വരിക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി ഇന്ന് 5 മണിക്ക് എന്ന് പറയുമ്പോൾ ട്രെയിലറും ഓഡിയോ ലോഞ്ചും കൂടിയിട്ടാണ് നടക്കാൻ പോകുന്നത് 5 മണിക്ക്. അപ്പോൾ ട്രെയിലർ 5 മണിക്ക് തന്നെ വരുമോ എന്നുള്ളത് കറക്റ്റ് അറിയില്ല. ചിലപ്പോൾ ഈ ലോഞ്ച് എൻ്റെ കഴിഞ്ഞിട്ടായിരിക്കും വരിക. പിന്നെ പടത്തിൻ്റെ 9 days to go പോസ്റ്റർ കണ്ടിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ ദ ട്രൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൻ്റെ സീസൺ 2 വരാൻ പോവാണ്. ദ ട്രൈറ്റേഴ്സ് 2 എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ആമസോൺ പ്രൈമിലൂടെയാണ് വരിക. എന്തായാലും ഇപ്പോൾ ഡെവലപ്മെന്റ് സ്റ്റേജിലാണെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ലവ് മാരേജ് എന്ന് പറഞ്ഞിടത്തിന്റെ സ്നീക്ക് പീക്ക് പുറത്തിറങ്ങി. പിന്നെ ഫാന്റാസ്റ്റിക് 4 എന്ന് പറഞ്ഞിടത്തിന്റെ ഒരു ഫൈനൽ ട്രെയിലർ പുറത്തിറക്കി ഇട്ടിട്ടുണ്ട്. എന്തായാലും ജൂലൈ 25-ാം തീയതിയാണ് പടം റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ ട്രെൻഡിങ് എന്ന് പറഞ്ഞിടത്തിന്റെ റിലീസ് ജൂലൈ 18-ാം തീയതി എന്നുള്ള അറിയിച്ചു. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞിടത്തിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സൺ ഓഫ് സർദാർ 2 എന്ന് പറഞ്ഞിടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. അത് സ്ക്രീനിൽ എടുക്കാം. പിന്നെ അയോം ഗെയിം എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് പെപ്പയുടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പെപ്പക്കാരും എന്നുള്ള രീതിയിൽ വണ്ടിയുടെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ടുള്ള രീതിയിൽ സംഭവം കിട്ടിയിട്ടുള്ളതാണ്. എന്തായാലും ലുക്ക് കൊള്ളാം. പിന്നെ മാർഗം എന്ന് പറഞ്ഞിടത്തിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ പടത്തിന്റെ ഒരു ആദ്യത്തെ 6 മിനിറ്റിന്റെ ഒരു സ്നീക്ക് പീക്ക് പുറത്തിറക്കി വിടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. പിന്നെ 3 BHK എന്ന് പറഞ്ഞിടത്തിന്റെ 9 days to go പോസ്റ്റർ വന്നു. എന്തായാലും പടത്തിന്റെ തമിഴ് ട്രെയിലറിന്റെയും ഓഡിയോ ലോഞ്ചും ഇന്നാണ് നടക്കാൻ പോകുന്നത് രാവിലെ 11 മണിക്ക്. അപ്പോൾ അതിൽ ഗസ്റ്റായി വരുന്നത് രവിമോഹന എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് സുദർശൻ ഗാന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ബാക്കിയുള്ള എൻ്റെ ഒക്കെ ഒരു പ്രീ റിലീസ് വേണ്ടി ട്രെയിലർ ലോഞ്ച് ഒക്കെ ആയിട്ട് ജൂൺ 27-ാം തീയതി ഹൈദരാബാദിൽ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നാളെ നടക്കുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ കേരളത്തിലത്തെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് വേഫാർ ഫിലിംസ് ആണ്. ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ കമ്പനി അത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ശിവകാർത്തിൻ്റെ അടുത്ത പടം എടുക്കാൻ പോകുന്ന വിനായക് എന്ന് പറഞ്ഞിട്ടുള്ള ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടം അടുത്ത ഡയറക്ടർ ആണെന്നുള്ള കേൾക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ ബർത്ത്ഡേ ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ഗുഡ് നൈറ്റ് ഇഷ്ടപ്പെട്ട പടമാണ്. പിന്നെ കുബേര എന്ന് പറഞ്ഞ പടം 100 കോടിയിലും കൂടുതൽ കളക്ഷൻ നേടി എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ധനുഷിൻ്റെ വന്ന് പിന്നെ നാഗാർജുൻ്റെ വന്നു. പിന്നെ ഡയറക്ടർ ശേഖർ കമലും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോയും വന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഹോംബാലെ ഫിലിംസിന്റെ വരാൻ പോകുന്ന ഒരു പടമാണ് മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഈ പടത്തിന്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് തിങ് മ്യൂസിക് എന്നുള്ള അറിയിച്ചു. എന്തായാലും ഇതിന്റെ ഫസ്റ്റ് സിംഗിൾ ഇന്നലെ 5:55 പുറത്തിറങ്ങുന്നു പറഞ്ഞിരുന്നു. റോർ ഓഫ് നരസിംഹ എന്നുള്ളതാണ് ഫസ്റ്റ് സിംഗിളായി വന്നിട്ടുള്ളത്. എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ മഹാവതാർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമാറ്റിക് യൂണിവേഴ്സ് ആയിട്ടാണ് വരാൻ പോകുന്നത്. എന്നുവെച്ചാൽ ഹോംബാലെ ഫിലിംസിന്റെ അകത്ത് നിന്ന് ഫസ്റ്റത്തെ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റത്ത് മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ വർഷം തന്നെ പുറത്തിറങ്ങും 2025. അത് കഴിഞ്ഞ മഹാവതാർ പരശുരാം എന്ന് പറഞ്ഞിട്ടുള്ള പടം വരുന്നുണ്ട് 2027. അത് കഴിഞ്ഞ മഹാവതാർ രഘുനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം വരുന്നുണ്ട് 2029. പിന്നെ മഹാവതാർ ദ്വാരകാധീശ് എന്ന് പറഞ്ഞിട്ടുള്ള പടം 2031 വരുന്നത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മഹാവതാർ ഗോകുലനന്ദ എന്ന് പറഞ്ഞിട്ടുള്ള പടം 2033 വരുന്നത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മഹാവതാർ കൽക്കി പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടുള്ള പടം 2035 മഹാവതാർ കൽക്കി പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം 2037 വരുന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ മൊത്തം 7 പടമാണ് ഇപ്പോൾ ഈ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരാൻ അനൗൺസ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ടൈമിന് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ സൂര്യയുടെ 46-ാമത്തെ പടം വെങ്കിയാറ്റിലൂരാണ് എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അതിന് ശേഷം വരാൻ പോകുന്ന സൂര്യ 47 അത് ചിത്തുമാധവനായിട്ട് കൊടുക്കുക എന്നുള്ള പറഞ്ഞിട്ടായിരുന്നു. നമ്മൾ എന്തായാലും ആ പടം ഈ വർഷം ലാസ്റ്റിലൊക്കെ ആയിട്ട് തുടങ്ങുന്നുള്ളതിനെ കേൾക്കുന്നത്. സൂര്യ 46-ന്റെ ഷൂട്ടിന് ശേഷം എന്തായാലും ഈ പടത്തിൽ സൂര്യ ഒരു പോലീസ് ക്യാരക്ടർ ആയിട്ടായിരിക്കും വരിക എന്നുള്ളത് കേൾക്കുന്നുണ്ട്. മുന്നേ കാണാത്ത രീതിയിലുള്ള ഒരു പോലീസ് ക്യാരക്ടർ ആയിരിക്കും എന്നുള്ളതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും കുറേ മലയാളം കാസ്റ്റ് വരുന്നുണ്ട് ഇതിൽ. കുറേ എന്ന് വെച്ചാൽ അത്യാവശ്യം ഉണ്ട്, വലുതായിട്ടില്ല എന്നാലും ഉണ്ട് എന്ന് പറയാം. എന്തായാലും പടത്തിൽ മ്യൂസിക് സുഷിൻ ശ്യാമായിരിക്കും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും എസ് ജെ സൂര്യ ഉണ്ടാവും പടത്തിൽ, നസ്രിയ ഉണ്ടാവും പടത്തിൽ, അനശ്വരാജ് ഉണ്ടാവും, സംഗീത് പ്രതാപ് ഉണ്ടാവും, പിന്നെ സജിൻ ഗോപു ഉണ്ടാവും, പിന്നെ നസ്ല ഉണ്ടാവും, പിന്നെ മൃണാൽ താക്കൂർ ഉണ്ടാവും, പിന്നെ സന്ദീപ് പ്രദീപ് ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും വരുമ്പോൾ കണ്ടറിയാം. പിന്നെ ചിക്കിട്ട് മ്യൂസിക് വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള കൂലിയിലത്തെ ഫസ്റ്റ് സോങ്ങും പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ പ്രൊമാർക്ക് കിട്ടിയിരുന്നതാണ്, അതിൽ തന്നെ നമ്മൾ കേട്ടാണ്. അതിലും കൂടുതലായിട്ട് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് കേട്ടപ്പോൾ തോന്നി. നിങ്ങൾക്ക് എന്തായാലും പാട്ട് ഇഷ്ടപ്പെട്ടോ എന്നുള്ള താഴെ കമന്റ് ചെയ്യുക. എന്തായാലും ഇവിടെ തെലുങ്ക് റൈറ്റ്സ് വിറ്റ് പോയിട്ടുണ്ട്. അത് 52 കോടിക്കാണെന്നുള്ളതാണ് കേൾക്കുന്നത്, GST കൂട്ടിയിട്ട്. എന്തായാലും ഒരു നല്ല എമൗണ്ട് തന്നെയാണ് വിറ്റ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.